ഇന്ന് 2026 മാർച്ച് മാസം 11 നമ്മുടെ നോമ്പുകാല ചിന്തകളുടെ 22 സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന ചിന്താ വിഷയം നോമ്പ് എന്നുള്ളത് പ്രചോദനം അല്ലെങ്കിൽ ഉണർവ് ഉൾക്കൊള്ളുന്ന ഒരനുഭവമായിരിക്കണം എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന് നാം വായിക്കുന്നു. ആ മരുഭൂമിയിലെ അവസ്ഥ, അനുഭവങ്ങൾ എന്തായിരുന്നു? അത് നോമ്പുകാല അനുഭവങ്ങളുമായുള്ള ചേർച്ച എപ്രകാരമാണ്? ഇത് മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് കഴിഞ്ഞ അനേക ദിവസങ്ങളിലായി നാം ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ വശങ്ങൾ ഒന്ന് പരിചയപ്പെടുവാൻ നമുക്കിടയായിക്കൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ അനുഭവമാണ് എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ അനുഭവം അതാണ്. അതുകൊണ്ട് ഈ നോമ്പുകാല ചിന്തകളിൽ ഒട്ടുമുക്കാലും എല്ലാ ദിവസവും നാം പരിപാലിച്ചു വന്ന അതേ സമീപനം ഒരു പഠനം എന്ന നിലയിൽ ആയതിനാൽ അതിനായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കുറിപ്പുകൾ ശ്രദ്ധിക്കേണ്ടതിന് നിങ്ങളെ ആ നോട്ട്സിലേക്ക് അല്ലെ കുറിപ്പുകളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ നോമ്പുകാല ജീവിതം ആത്മീകമായ പ്രചോദനം, പ്രേരണ, ഉള്ളുണർവ്. ഞാൻ ഇൻസ്പിറേഷൻ എന്ന വാക്കിന് മലയാളം എന്താണ് എന്ന് ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഉത്തരവിതാണ്. അത് ഒന്നുകിൽ പ്രചോദനം, അല്ലെങ്കിൽ പ്രേരണ, അല്ലെങ്കിൽ ഉള്ളുണർവ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉള്ളുണർവ് എന്നത് തന്നെയാണ്. ഏതായാലും ഇത് നമ്മുടെ മനസ്സിൽ കരുതി വയ്ക്കുക. കാരണം വാക്കുകളുടെ അർത്ഥങ്ങൾ കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ സൂക്ഷ്മമായി ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വിശദീകരണത്തോടുകൂടി നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത് ഉചിതമാണ് എന്ന് കരുതുവാൻ ഇടയായത്. ഇപ്പം മനുഷ്യ ജീവിതത്തിൽ ഈ ഉള്ളുണർവ് അല്ലെങ്കിൽ പ്രേരണ അല്ലെങ്കിൽ പ്രചോദനം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ ഒരു ചെറിയ തോതിൽ എഴുത്തുകാരൻ കൂടെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പുസ്തകങ്ങൾ എഴുതുന്ന സാഹചര്യത്തിൽ ഈ ഒരു അനുഭവത്തിലായിത്തീരുവാൻ അനേക അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുമാറ് ഇപ്രകാരമുള്ള ഉള്ളുണർവിൻ്റെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനെപ്പറ്റി 2 വ്യത്യസ്തമായ ധാരണകൾ ലോകത്തിലുണ്ട്. ആദ്യത്തേത്, ഈ ഉള്ളുണർവ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു ശക്തി നമ്മളിൽ പ്രവേശിച്ച് നമ്മുടെ കഴിവുകൾ, നമ്മുടെ പരിമിതികളിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ കഴിവുകൾക്ക് അപ്പുറം നമ്മെ എത്തിച്ച് നമ്മളെ കൊണ്ട് അത്ഭുതകരമായ ചില നേട്ടങ്ങൾ മനുഷ്യജാതിക്ക് ലഭിക്കേണ്ടതിന് ഉപയോഗിക്കുന്നു. ഇപ്പോൾ പ്ലേറ്റോ എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ ആശയമാണ് ദ തിയറി ഓഫ് എസ്തെറ്റിക് ട്രാൻസ്പോർട്ട്. അതായത് അദ്ദേഹം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ കവിയോ എഴുത്തുകാരനോ എഴുതുമ്പോൾ ബാഹ്യമായൊരു ശക്തി അദ്ദേഹത്തെ ആവഹിക്കുകയും ആ ഒരു വലിയ സർഗാത്മകതയിൽ അഭൂതപൂർവമായ മഹത്വം ചാർത്തേണ്ടതിന് അവൻ്റെ അവസ്ഥയിൽ നിന്ന് അതീതമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച് മനുഷ്യരാശിക്ക് അമർത്യമായ സംഭാവനകൾ ചെയ്യുന്നതിനുള്ള അവസ്ഥയിൽ അവനെ ആക്കി തീർക്കുന്ന പ്രക്രിയയ്ക്കാണ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഉള്ളുണർവ് എന്ന് സെക്യുലറായ മതേതര കാഴ്ചപ്പാടിൽ
ഇപ്പം മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം വേണം. മിൽട്ടൺ ഇൻവോക്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാരണം താൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം അത്ര വലുതാണ്, അത് നിർവഹിക്കാനുള്ള കഴിവ് മാനുഷികമായി എനിക്കില്ല. അതുകൊണ്ട് ഇതിന് തക്കതായ അവസ്ഥയിൽ എന്നെ ആക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവെ കനിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എന്ന തൻ്റെ ഏറ്റവും ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും വലിയ എപ്പിക് മഹാകാവ്യം രചിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് യേശുവിനുണ്ടായിരുന്നത്. ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പ്രചോദനം, പ്രേരണ എന്നുള്ള അവസ്ഥ ബാഹ്യമായ ഒരു ശക്തി നമ്മൾ ആവഹിക്കുന്നതല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദൈവികമായ അംശം അതിൻ്റെ തനിമയിൽ പ്രവർത്തിക്കുവാനുള്ള ആ സാഹചര്യം നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ആത്മീയമായി. അതുകൊണ്ടാണ് ഉള്ളുണർവ് അല്ലെങ്കിൽ ഉൾപ്രേരണ എന്ന വാക്കാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറയാൻ കാര്യം. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ മനുഷ്യൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുവാനിടയായാൽ പ്രവൃത്തിയിൽ കൂടെയും സ്വഭാവത്തിൽ കൂടെയും വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തിൽ കൂടെയും അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കിയാൽ അത് ഈ പ്രേരണ നിറഞ്ഞ ജീവിതം, പ്രചോദനം നിറഞ്ഞ ജീവിതം, ഉള്ളുണർവിൻ്റെ ജീവിതം ആയിരിക്കും എന്നതാണ് യേശുവിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇത് നമ്മുടെ വ്യത്യാസം ഏതാണ്ട് വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം യേശു ക്രിസ്തു തന്നെ ആകയാൽ നമുക്ക് ഇനിയും അങ്ങോട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ കൂടെ ഈ ഉണർവ്, ഉൾപ്രേരണ അല്ലെങ്കിൽ പ്രചോദനം എങ്ങനെയാണ് വെളിപ്പെട്ടു വന്നത്, അതിൻ്റെ അച്ചടക്കം എന്തായിരുന്നു എന്ന് ഈ നോമ്പ് കാലത്ത് മനസ്സിലാക്കുന്നത് വളരെ ഉചിതമാണ്. അപ്പോൾ യേശു എന്തുകൊണ്ട് മരുഭൂമിയിൽ പോയി? ഞാനിതിന് മുൻപ് ചെയ്ത പല വീഡിയോകളിലും നോമ്പ് സംബന്ധമായ വീഡിയോകളിൽ തന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന ചോദ്യം ഇതാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി അതിൻ്റെ നാനാമുഖങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തന്നെ പ്രത്യേകതയും അതിൻ്റെ ആഴമേറിയ സത്യങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ യേശു എന്തുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോയത്? തീർച്ചയായും ഒരു കാര്യം വളരെ വളരെ സ്പഷ്ടമാണ്, അല്പം പോലും ആലോചിക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. തന്നെ ഒന്ന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയാണ്, ടു പ്രിപ്പയർ ഹിംസെൽഫ്. അപ്പോൾ പൊന്തി വരുന്ന ചോദ്യം, പ്രിപ്പയർ ഹിംസെൽഫ് ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കാൻ പോയത്? അപ്പം നമുക്ക് ഇത് സംബന്ധമായ ചിന്തകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഇനിയും ഈ പ്രചോദനം അല്ലെങ്കിൽ ഉള്ളുണർവ് എന്ന അവസ്ഥയെ പറ്റിയുള്ള ചില അടിസ്ഥാന സത്യങ്ങൾ, ഇത് നിങ്ങൾ അല്പം ക്ഷമയോടെ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി പോലെയല്ല, ഞാൻ സത്യസന്ധമായി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ചില അടിസ്ഥാന പ്രമാണങ്ങൾ. എന്തുകൊണ്ട് നാം ഇപ്രകാരം ഉള്ളുണർവുള്ള അല്ലെങ്കിൽ പ്രചോദനമുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസ്ഥ പ്രാപിപ്പാൻ കാംക്ഷിക്കണം എന്ന് വ്യക്തമായി തിരിച്ചറിയേണ്ടതിന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. ഒന്ന്, ഒരു വ്യക്തിയുടെ വില എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമുക്കറിയാം, ഭൗതികമായി നോക്കുമ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ അവൻ്റെ സമ്പാദ്യം എത്ര വലുതാണ്, അവനിരിക്കുന്ന കസേര എത്ര വലുതാണ്, അവൻ്റെ സ്വാധീന വലയങ്ങൾ എവിടെയൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ. പക്ഷേ ആത്മീയമായി നോക്കുമ്പോൾ ആ ഒരു കാഴ്ചപ്പാടിന് യാതൊരു വിലയുമില്ല. ആത്മീയമായ കാഴ്ചപ്പാടിൽ എന്താണ്? ഒരു വ്യക്തിയുടെ മാഹാത്മ്യം ഊന്നി നിൽക്കുന്നത്, വേരൂന്നി നിൽക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ കൂടെ, അവളുടെ ജീവിതത്തിൽ കൂടെ എന്തെല്ലാം നന്മകൾ പ്രകടിപ്പിക്കപ്പെട്ടു, വെളിവായി വന്നു എന്നതാണ്. ഇത് യേശു പ്രത്യേകിച്ച് 2 ബിംബങ്ങളിൽ കൂടെ അല്ലെങ്കിൽ
പ്രതീകങ്ങളിൽ കൂടെ, സിംബൽസിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതം ഫലഭൂഷ്ടമാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ആ ഫലമാണ് ഒരു വ്യക്തിയുടെ വില നിശ്ചയിക്കേണ്ടത്. അത് മാത്രമേ പരിഗണിക്കാവൂ എന്ന ഒരു വ്യക്തമായ ഒരു നിബന്ധന അവിടെയുണ്ട്. നിങ്ങളുടെ വില എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ പുറപ്പെടുവിക്കുന്ന നല്ല ഫലങ്ങൾ എന്താണ് അതിനെ മാത്രം ആശ്രയിച്ചായിരിക്കും. അല്ല നിങ്ങൾക്ക് എന്ത് സ്വാധീനമുണ്ടെന്നോ സമ്പത്തുണ്ടെന്നോ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ലോകം അതിന് വില കൽപ്പിക്കുമായിരിക്കും, പക്ഷെ ദൈവസന്നിധിയിൽ അതിന് യാതൊരു വിലയുമില്ല. രണ്ടാമതായി യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം പ്രകാശിക്കണം. അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വില എത്ര വലുതാണ്, മഹനീയമാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് നമ്മുടെ ഉള്ളിലെ വെളിച്ചം നാം വേണ്ടതുപോലെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ വില അത്രമാത്രം കുറയും എന്നതാണ് യേശു വെളിപ്പെടുത്തുന്ന സത്യം. ഇത് നാം വളരെ വ്യക്തമായി ധരിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഇപ്രകാരമുള്ള ഉൾക്കാഴ്ചകളുള്ള, ഉൾപ്രേരണകളുള്ള, ഉൾഉണർവുള്ള അല്ലെങ്കിൽ പ്രചോദനം നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള അവകാശം ദൈവം നൽകിയിട്ടുണ്ട്. ഭൗതികമായി നോക്കുമ്പോൾ അത് ചില പ്രത്യേക അവസ്ഥയിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകമായ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായി വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അവകാശമാണ്, ഒരു പ്രിവിലേജാണ്. എന്നാൽ ആത്മീയമായി നോക്കുമ്പോൾ യാതൊരു ഉച്ചനീചത്വവുമില്ലാതെ എല്ലാവർക്കും സാധ്യമാകുവാൻ ഇടയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണത്. അതും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ലോകത്തിൽ എല്ലാവരുടെയും എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ദൈവികമായ വെളിച്ചമുണ്ട്. എന്നാൽ ആ വെളിച്ചത്തെ എത്രമാത്രം പ്രവൃത്തിയിൽ കൂടെയും ജീവിതത്തിൽ കൂടെയും വ്യക്തിത്വത്തിൽ കൂടെയും പ്രകടിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു, കൂട്ടാക്കുന്നു എന്നതിൽ വലിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതാണ് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാരണം എന്നതാണ് യേശുവിൻ്റെ പക്ഷം. അതുകൊണ്ട് ഇപ്രകാരമുള്ള പ്രചോദനം പ്രാപിപ്പാൻ കഴിയാത്തവരായ അല്ലെങ്കിൽ പ്രചോദനത്തിൻ്റെ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളുടെ ഉൾഉണർവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കാൻ അവകാശമില്ലാത്ത ആരും തന്നെ ലോകത്തിലില്ല. ആരെയും തന്നെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് യേശുവിൻ്റെ വിശ്വാസ പ്രമാണം. അപ്പം അത് ഒന്ന് മനസ്സിലാക്കാൻ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പാപിനി എന്ന് ആ സമൂഹം മുദ്ര കുത്തിയ ഒരു സ്ത്രീ, അവൾ യേശുവിനോടുള്ള നന്ദി ആരാധന പ്രകടിപ്പിക്കുമ്പോൾ അവൾ സുഗന്ധ പരിമളം കൊണ്ട് അവൻ്റെ കാല് പൂശുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു. ആ ഒരു ആന്തരികമായ അവസ്ഥയുടെ ബാഹ്യമായ പ്രകടനം അത് കാണുമ്പോൾ നമുക്കറിയാം, യൂദാസിന് അല്പം ചൊറിച്ചിൽ അനുഭവപ്പെടും. അപ്പോഴാണ് യേശു പറയുന്നത്, അവൾ എനിക്ക് വേണ്ടി മനോഹരമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അതിൻ്റെ അർത്ഥം ഇതാണ്, അവളുടെ ഉള്ളിലുള്ള സൗന്ദര്യം, അവളുടെ ആത്മാവിൻ്റെ സൗന്ദര്യം ഇതാ ഈ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലെ സൗന്ദര്യം വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വില എന്ത് എന്ന് ലോകം തിരിച്ചറിയും. അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയും ജീവിതത്തിൻ്റെ ആകമാനമായ ഊന്നൽ എന്നാണ് ഈ ഒരു ഭാഗം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ത്രീ, പാപിനി എന്ന് ലോകം പറഞ്ഞ സ്ത്രീക്കും ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഈ പ്രചോദനത്തിൻ്റെ ഉൾഉണർവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നത് കണ്ട് മനസ്സിലാക്കാൻ യൂദാസിനെ പോലെയുള്ള ആളുകൾക്ക്
യുദാസിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട നമ്മളെ പോലെ ആൾക്ക് വലിയ പ്രയാസമാണ്. അത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് യേശു എടുത്തു പറയുന്നത്, ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് ബൈ മീ. അവൾ എനിക്ക് മനോഹരമായ ഒരു ശുശ്രൂഷ ചെയ്തിരിക്കുന്നു. അതിൻ്റെ മനോഹാരിത എന്താണ്? അവളുടെ ഉള്ളിലെ ആത്മാവിൻ്റെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയുന്നില്ല. ഓരോ ദിവസവും നാം ഈ ഒരു ലക്ഷ്യത്തിൽ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ ഈ ലെൻറ്റ് കാലത്തെ, നോമ്പ് കാലത്തെ നമ്മുടെ ചിന്തയും ആത്മീയമായ ശ്രദ്ധയും സഹായിക്കട്ടെ. അങ്ങനെ ആ തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ മാത്രമേ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുവാൻ ഇടയാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്ത നാം മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായിത്തീരുവാൻ സാധ്യതയുണ്ടെങ്കിലും, while everyone has the potential to be inspired, ആരും അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവസ്ഥയിലായിത്തീരുന്നില്ല. ന്യായമായ ആളുകൾ പറയും, അങ്ങനെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെ എല്ലാവർക്കും ആയിക്കൂടെ, അങ്ങനെ എല്ലാവരും ആകുന്നില്ലല്ലോ, അതുകൊണ്ട് ഉള്ളിലൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് അർത്ഥശൂന്യമായ ഒരു വാദമായിരിക്കും. കാരണം നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകൾ വേണമോ വേണ്ട, ഉപയോഗിക്കണമോ ഉപയോഗിക്കണ്ടായോ, വെളിപ്പെടുത്തണമോ വെളിപ്പെടുത്തണ്ടായോ, അത് എടുക്കണമോ അത് മലീമസമാക്കണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നാമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായി തീർന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവീകമായ നന്മകൾ വെളിപ്പെടുത്തത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ സജ്ജമാക്കാനുള്ള ഒരു വലിയ കടമ നമുക്കുണ്ട്. We have a duty to make ourselves mediums fit for inspiration എന്നാണ് ഞാനിവിടെ ഉദാഹരണമായിട്ട് ഞാൻ പ്ലേറ്റോയുടെ ഉദാഹരണം പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അപ്രകാരം കാത്തു സൂക്ഷിച്ചിരുന്നു. അനാവശ്യമായ ആഹാരം കഴിക്കാതെ, ലൗകികമായ ശാരീരികമായ സുഖത്തിൽ ഏർപ്പെടാതെയും, എപ്പോഴും ധ്യാനിച്ചും ചിന്തിച്ചും സത്യത്തെ അന്വേഷിച്ചും ഉന്നതമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സാധ്യതകളോട് നീതി പാലിക്കാൻ പ്ലേറ്റോയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇത് ലോകത്തിൽ മനുഷ്യരാശിക്ക് ഈടുള്ള നിലനിൽപ്പുള്ള സംഭാവന നൽകിയിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് അന്വർത്ഥമാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു ജീവിത അച്ചടക്കം പാലിക്കാൻ മനസ്സുള്ളവർക്ക് തീർച്ചയായും ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിപ്പാൻ ഇടയാകും. അവരെ അവസ്ഥയിലാണ്, ആ സാധ്യത അവരിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇപ്രകാരമുള്ള ഒരു അച്ചടക്കം പാലിക്കേണ്ട ആവശ്യമുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾക്കൂടെ നടക്കണമെങ്കിൽ അതിന് ഉതകുന്ന വിധത്തിൽ, അതിന് അനുയോജ്യമായ വിധത്തിൽ നമ്മെ തന്നെ തയ്യാറെടുക്കേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒളിമ്പിക്സിൽ മത്സരിക്കണമെന്ന് വിചാരിക്കും. ഒരു വിധത്തിലും ട്രെയിനിങ് എടുക്കാതെ, അതൊരു വിധത്തിലും പ്രാക്ടീസ് ചെയ്യാതെ അതിനെ നേരെ ഒളിമ്പിക്സിൽ കൊണ്ട് നിർത്തണം എന്ന് പറയുന്നത് ഭോഷത്വമാണ് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. അതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിന് നമ്മെ കൊണ്ട് വലിയ വലിയ സാധ്യതകൾ ഉണ്ടെങ്കിലും അവ നമ്മളിൽ അന്വർത്ഥമാകാത്തതിൻ്റെ, അതൊരു യാഥാർത്ഥ്യമാകാത്തതിൻ്റെ കാര്യം നാം നമ്മെ അതിനു വേണ്ടി തയ്യാറാക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലം, 2026 ആണ്ടിലെ നോമ്പുകാലം, ഈ അത്ഭുതകരമായ സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നത് ഒന്ന് ഉണർന്നിട്ട് അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായി തീരത്തക്കവണ്ണം പ്രകടിപ്പിക്കുന്ന ഒരു ജീവിത അവസ്ഥയിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതത്തിലേക്ക് മുന്നേറുവാൻ സാധിക്കത്തക്ക വിധത്തിൽ നമ്മെ ഒന്ന് സജ്ജമാക്കുന്ന അനുഭവത്തിൽ ആയിത്തീരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലായിത്തീരുവാൻ കാക്ഷിക്കാത്ത ആരും തന്നെ ഭൂമിയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വിവിധമായ മേഖല, എനിക്കറിയാം, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു അത്ലീറ്റ് ആയിരുന്നു. ഹൈ ജമ്പും ലോങ് ജമ്പും 100 മീറ്റേഴ്സും 200 മീറ്റേഴ്സും ആയിരുന്നു എൻ്റെ ഐറ്റംസ്. അപ്പോൾ ചില അവസരങ്ങളിൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുമാറ് ഞാൻ ഓടിയിട്ടുണ്ട്. ഹൈ ജമ്പ് വളരെ ഉയരത്തിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് ഭൗതികമായ കാര്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ
ഇങ്ങനെ ഉദാഹരണമായിട്ട് ഇന്നലെ ചെയ്ത ഒരു വീഡിയോയിൽ, കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ ചെയ്ത വീഡിയോ, സഞ്ജു സാംസനെ പറ്റി എൻ്റെ വീഡിയോ ചെയ്തു. അവര് ഇന്ത്യൻ ടീമിനെ ലോക T20 ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽസിൽ എത്തിക്കാനായി നടത്തിയ ആ ശ്രമം കഴിഞ്ഞ ശേഷം, അതിൽ വിജയിച്ച ശേഷം പിച്ചിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് നന്മ കരയേറ്റുന്നു. കാരണം എന്താണ്? ഹി വാസ് ഏബിൾ ടു പെർഫോം ഇൻ എൻ ഇൻസ്പയർഡ് മാനർ. അതുകൊണ്ടാണ് പ്രചോദനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അവന് ഇടയായി. അതിൽ ദൈവികമായ ഒരു സഹായം അവൻ അനുഭവിച്ചു എന്നത് യാതൊരു സങ്കോചവുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്ന ഒരു വളരെ മേന്മയേറിയ ഒരു ദൃശ്യമായിരുന്നു അത് എന്നതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തോട് വളരെ അടുത്ത് കിടക്കുന്ന സാധ്യതകളാണ് എങ്കിലും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ ബഹുഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ എല്ലാ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ചില പ്രത്യേകതയുള്ള ആൾക്ക് മാത്രമായി നീക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പ്രചോദനം അല്ലെങ്കിൽ ഉണർവ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ അങ്ങനെയല്ല എന്നത് വളരെ വ്യക്തമായി സുവിശേഷത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നാലാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഈ സാധ്യതകൾ നമ്മുടെ ഉണ്ട് എന്ന് നാം യേശു വ്യക്തമായി പറഞ്ഞു. നാം ആ ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ അതിന് സംബന്ധമായി, അതിന് അനുകൂലമായി, അതിനോട് അതല്ലെങ്കിൽ അത് ലക്ഷ്യമാക്കി നമ്മെ തന്നെ വികസിപ്പിക്കേണ്ട ഒരു കടമയുണ്ട്. Our eligibility for inspiration depends on the extent to which we develop the divine in us. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ മനുഷ്യൻ്റെ കഴിവ് അത്ര വളരെ വലുതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണമെന്ന് പറയും. കാരണം അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ അവൻ്റെ സാധ്യതകൾ വളരെ കുറച്ചാണ്. വയറ് മാത്രമാണ് അവൻ്റെ വ്യക്തിത്വം എന്ന തെറ്റിദ്ധാരണയിൽ മനുഷ്യനായിത്തീരുകയും അവൻ്റെ വലിയ വലിയ സാധ്യതകൾ വിശ്വസിക്കാനുള്ള കഴിവ് അവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥയിലായിത്തീരുന്നവർ ചെന്നെത്തുന്ന അവസ്ഥ എന്താണെന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. അങ്ങനെ വയറുകൊണ്ട് മാത്രം ജീവിക്കുന്നവരും പന്നികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവരോട് ആശയങ്ങൾ പങ്കിടാനോ ആത്മീയമായ മൂല്യങ്ങളോ ആദർശങ്ങളോ സംസാരിക്കാൻ പോയാൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാകും എന്നതാണ് യേശു ഇവിടെ പറയുന്നത്. എന്നാൽ അങ്ങനെ പ്രതികരിക്കുന്നവരുടെ ഉള്ളിൽ പോലും ഈ സാധ്യത ഉണ്ടെങ്കിലും ആ സാധ്യതകൾ വിശ്വസിക്കാൻ പോലും അവർക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ തങ്ങളെ തന്നെ അധപ്പതിപ്പിച്ചു എന്നതാണ് അവരെ പറ്റിയുള്ള യാഥാർത്ഥ്യമെന്ന് യേശു സൂചിപ്പിക്കുന്നു. 5-ാമതായി ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ലൈഫ് ഓഫ് ഫെയ്ത്ത് ഈസ് വൺ ഓഫ് കണ്ടിന്യൂവൽ ഇൻസ്പിറേഷൻ. നമ്മുടെ വിശ്വാസ ജീവിതം എന്നത് തുടർച്ചയായി നാം ഇപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ആയിത്തീരുന്നതിനെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വെളിച്ചം അനുദിനം പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അനുഭവത്തിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ യേശുവിൻ്റെ ജീവിതം. പരസ്യ ശുശ്രൂഷയിൽ നാം കാണുമ്പോൾ നിരന്തരം ഓരോ നിമിഷത്തിലും ഓരോ അനുഭവത്തിലും അവൻ്റെ ഉള്ളിലുള്ള വെളിച്ചം, ആത്മീയമായ സാധ്യത, ദൈവികമായ അധികാരം നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതാണ് വിശ്വാസ ജീവിതം. അതുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പീരിൽ എപ്പോഴും നാം കാണുന്ന ഊന്നൽ, നിങ്ങൾ ആരാകുന്നു എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ദൈവ മക്കളാണ് എന്ന് ആവർത്തിച്ച് യേശു പറയുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നിങ്ങൾ അറിയാതെയാണ് ജീവിതം പാഴാക്കി കളയുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും അവനോട് നിർവഹിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കടമ അവനോ അവളോ ആരാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയുകയും അത് വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൻ്റെ വെളിച്ചത്തിൽ, അതായത് നമ്മെ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കയാൽ നമ്മുടെ സാധ്യതകൾ അത്ഭുതാവഹമാണ് എന്ന യാഥാർത്ഥ്യത്തിൽ കൂടെ നാം മനസ്സിലാക്കി
ആ സാധ്യതയെ വെളിപ്പെടുത്തത്തക്കവണ്ണം അല്ലെങ്കിൽ അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ എപ്രകാരമാണ് കരുപിടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മെ തന്നെ നാം കാത്തു സൂക്ഷിക്കേണ്ടത്, എപ്രകാരമാണ് നാം വളർത്തിയെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാൻ ഇടയാകട്ടെ. അതാണ് ആത്മീയമായ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഘടകം. വിശ്വാസം എന്നാൽ ഇപ്രകാരം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന കടമ ഉൾപ്പെടുന്ന അവസ്ഥ കൂടെയാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു അത്യാവശ്യമുണ്ട്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിരോധാഭാസം, സാധാരണ ആരെങ്കിലും നമ്മളെ ചീത്ത വിളിച്ചാൽ നമുക്ക് വലിയ കോപമുണ്ട്. ഈ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ചീത്ത വിളിക്കുന്നതിൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, നിനക്ക് ഒരു ഗുണവുമില്ല എന്ന ആശയമാണ്. ഒരുത്തൻ കോപം വന്നിട്ട് നമ്മളെ ആരെങ്കിലും ക്ഷമിക്കുക പട്ടി എന്ന് വിളിച്ചു, അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്കൊരു വിലയുമില്ലട എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എന്തുണ്ടാകും? നമുക്ക് കോപം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വിലയുണ്ട് എന്ന ബോധ്യം ഉണ്ടായിട്ടല്ലേ നമുക്ക് കോപം ഉണ്ടാകുന്നത്. ഒരുത്തൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക ഞാൻ വെറും ഒരു പട്ടിയാണ്, ഞാൻ വെറും ഒരു കഴുതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ആരെങ്കിലും പറയുകയാണ്, എടാ കഴുതേ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അവൻ ഉടനെ സന്തോഷത്തോടെ അതനുസരിക്കും. കാരണം അവൻ്റെ സത്യം മറ്റുള്ളവരും തിരിച്ചറിഞ്ഞല്ലോ. അവിടെ അപമാനം അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ എനിക്ക് വിലയുണ്ട് എന്ന ഉള്ളിൽ അവൻ അറിയാതെ തന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എടാ കഴുത എന്ന് വിളിക്കുമ്പോൾ ദേഷ്യം വരുന്നത്, കൈ ചുരുട്ടി ഒരു ഇടി കൊടുക്കാൻ തോന്നുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പൊ സാധാരണഗതിയിൽ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ അപമാനിച്ചാൽ നമുക്ക് കോപം ഉണ്ടാകും. പക്ഷേ ഒരു പുരോഹിതൻ പറയുകയാണ്, പുഴുവായ യാക്കോബയെ, നിങ്ങൾ എടാ ഭാവിയെ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. മതത്തിൻ്റെ മേഖലയിൽ അനുദിനം ഈ പുരോഹിത വർഗം നമ്മുടെ വില ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാ തുറന്നാൽ ബാക്കിയുള്ള എല്ലാവരും പുഴുക്കളാണ് അല്ലെങ്കിൽ പാപികളാണ്. ഒന്നിൽ പുഴുക്കൾ അല്ലെങ്കിൽ പാപികൾ, ഒന്നിൽ പാപികൾ അല്ലെങ്കിൽ പുഴുക്കൾ. മനുഷ്യർക്ക് യാതൊരു വിലയുമില്ല എന്ന് പുരോഹിതന്റെ വായിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ലൗകികമാരെങ്കിലും നമ്മളെ പട്ടി പൂച്ചയെന്ന് വിളിച്ചാൽ നമ്മൾ ഉടനെ അവനെ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. പുരോഹിതൻ പറയാം നീ പുഴുവാണ്, നീ പാപിയാന്ന് പറഞ്ഞാൽ അപ്പൊ അത് വലിയ സന്തോഷം. പിന്നെ കുറച്ചുകൂടെ വലിയ കൈമണക്ക് കൊടുക്കാൻ ഒക്കുമോ എന്നാണ് അടുത്ത ചിന്ത. ഇത് എന്നെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്താക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് പുരോഹിതൻ നീ പാപിയാണ്, നീ പുഴുവാണ് എന്ന് പറയുന്നതിൽ ഇത്ര സന്തോഷം കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പുരോഹിതനും പുരോഹിതരല്ലാത്ത ആളുകൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇപ്രകാരം ഉണർവിൻ്റെ മാധ്യമങ്ങളായി, മീഡിയം ഓഫ് ഡിവൈൻ ഇൻസ്പിറേഷനായി ഭവിക്കുവാൻ സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരല്ല. പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെപ്പോഴും പാപികളാണ്, ഒന്നിൽ പുഴുക്കളാണ്, അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു ആടാണ്, മാടാണ്. ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ സാധ്യമല്ല. എന്നാൽ ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചത് പുഴുവാകാനോ പാപിയാകാനോ ആടും മാടും ആകാനോ അല്ല. പിന്നെയോ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രേരണയുടെ ഉണർവിൻ്റെ അനുഭവത്തിലായിട്ട് അവൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവികമായ മാഹാത്മ്യം നിരന്തരം പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടാണ്, ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് പുരുഷനെ സ്ത്രീ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് എന്നതാണ് അടിസ്ഥാനമായ ആത്മീയമായ പ്രമാണം. ഇതിനെ മുഴുവനും നശിപ്പിച്ച് ചവിട്ടി മെതിച്ച് കുളവാക്കിക്കൊണ്ടാണ് പറയുന്നത്, നീ പുഴുവാടാ, നീ പാവിയാടാ, നീ ആടാടാ, നീ മാടാടാ, നീ കോടാടാ എന്നൊക്കെ പറയുന്നു. ഇതിലെ വലിയ അപാകത ദയവായി മനസ്സിലാക്കുക. യേശു ആരെയും പാപി എന്നോ പുഴുവെന്നോ പറഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, മറ്റുള്ളവരെ വിഡ്ഢികളെന്ന് പോലും പറയരുതെന്നാണ് യേശു പറഞ്ഞത്. കാരണം മനുഷ്യന്റെ വില അത്ര വലുതാണ്, അത് അംഗീകരിക്കാൻ എല്ലാവർക്കും കടമയുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ മനസ്സിലാകത്തക്കവണ്ണമാണ്. അതായത് ഒരു മനുഷ്യന്റെ വില ഇങ്ങനെ ഈ പ്രചോദനം അല്ലെങ്കിൽ ഉള്ളുണർവോടുകൂടെ പ്രവർത്തിക്കുവാനുള്ള അവകാശം
ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ നിലവാരം കൊണ്ടോ സാമൂഹ്യമായ നിലവാരം കൊണ്ടോ മതപരമായ അവൻ്റെ കസേരയുടെ വലിപ്പത്തിൽ ഒന്നും ആശ്രയിച്ചിരിക്കുന്നില്ല എന്ന് നാം എക്കാലത്തും ഓർക്കേണ്ടതിന് വേണ്ടിയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ വെറും സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകളെയാണ് യേശു തിരഞ്ഞെടുത്തത്. അവരിൽ കൂടെയാണ് വൻ കാര്യങ്ങൾ ചെയ്തത്. അവരെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഈ ഉണർവിൻ്റെ അവസ്ഥയിൽ എത്തിച്ചിട്ട് അവരെ കൊണ്ട് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനന്തമായ ആശ്വാസവും പ്രചോദനവും ആത്മധൈര്യവും നൽകുന്നത് എന്നീ സമയത്ത് എൻ്റെ സാക്ഷ്യമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതേസമയം ഒരു പുരോഹിതന് മുമ്പിൽ ഞാൻ ചെന്നിരുന്ന് നീ പുഴുവാടാ, നീ പാവിയാടാ, നീ എന്താ പറയുന്നത് കടലമാവാടാ എന്ന് പറഞ്ഞ് മുതിരയാ എന്ന് അത് കേട്ടുകൊണ്ടിരുന്നാൽ ഞാൻ നശിച്ച് നാരായണക്കല്ലായി പോകും. ദയവായി മനസ്സിലാക്കുക, ഈ ഒരു വലിയ അപകടം നമ്മുടെ മധ്യത്തിൽ എപ്പോഴും രാജ്യത്വം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം അല്പ ഊന്നലോടുകൂടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവസാനമായി ചോദിക്കാം, വൈ ഡിഡ് ജീസസ് ഗോ ടു ദ വിൽഡർനെസ്? യേശു എന്തിനാണ് മരുഭൂമിയിൽ പോയത്? അത് മഹനീയമായ ഒരു ജീവിതം ലോകത്തിന് വെളിപ്പെടുത്തുവാനുള്ള ആ പ്രേരണ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ആ ഉള്ളുണർവ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ നോമ്പുകാല അച്ചടക്കത്തിൽ കൂടി ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത്. അല്ലാത്ത ഒരു ആചാരത്തിനും യാതൊരു വിലയുമില്ല. കാരണം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനിവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഇത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ടു ലിവ് ഈസ് ടു റിവീൽ. നാം ജീവിക്കുന്നെങ്കിൽ നാം ചില കാര്യങ്ങൾ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ. നാം ഒരു ദിവസം ജീവിക്കുന്നതിൽ കൂടെ നമ്മളോട് ആരെങ്കിലും 5 മിനിറ്റ് 10 മിനിറ്റ് ഇടപെട്ടാൽ നാം നമ്മെ തന്നെ വെളിപ്പെടുത്തിയിരിക്കും. അവൻ മണ്ടനാണ്, അല്ലെങ്കിൽ അവന് ഉൾക്കാമ്പുള്ളവനാണ്, അവൻ ചിന്തിക്കാൻ കഴിവുള്ളവനാണ്, അല്ല അവൻ കഴുതയാണ് എന്ന് ആളുകൾ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുന്നുവോ നാം നമ്മെ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സോ എവറി ഡേ വി ആർ റിവീലിംഗ് ourselves. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ടെമ്പിൾ ഓഫ് തോട്ട് നമ്മുടെ യൂട്യൂബ് സംഗമത്തിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ പുറകിലുള്ള വ്യക്തിത്വത്തിൻ്റെ ഗുണം നിലവാരം, പലരുടെയും ഗുണനിലവാരം എത്ര മഹനീയമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിമനോഹരമായ വ്യക്തിത്വത്തെ ഏതാനും ശബ്ദങ്ങളെ കൂടെ വെളിപ്പെടുത്തുന്ന വളരെയധികം ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ട് എന്നത് ഞാൻ അഭിമാനിക്കുന്നു, ആത്മാർത്ഥമായ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള ദൈവികമായ വെളിച്ചം വെളിപ്പെടുത്തത്തക്കവണ്ണം നമുക്ക് ഇടയാകണമെങ്കിൽ ഈ അവസ്ഥയിലായിത്തീരണം. വൺ ഹാസ് ടു ബി ഇൻസ്പയർഡ്. റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യമല്ല. വി ഹാവ് ടു ബി ഇൻസ്പയർഡ് ഇൻ ഓർഡർ ടു റിവീൽ ദ ഡിവൈൻ ലൈറ്റ് ഇൻ അസ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവികമായ സാധ്യതകൾ വെളിപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകണമെങ്കിൽ അതിന് തക്കതായ ഒരു ഉണർവ് അല്ലെങ്കിൽ പ്രേരണ അല്ലെങ്കിൽ പ്രചോദനം പ്രാപിപ്പാൻ നമുക്ക് ആവശ്യമുണ്ട്. ആ അവസ്ഥയിൽ ആയിത്തീരത്തക്കവണ്ണം നമ്മെ തന്നെ സജ്ജീകരിക്കുന്ന, ക്രമപ്പെടുത്തുന്ന, ശുദ്ധീകരിക്കുന്ന, വളർത്തിയെടുക്കുന്ന ഒരു അവസ്ഥയായി 2026 ആണ്ടിലെ നോമ്പുകാല അച്ചടക്കമായി തീരട്ടെ. അതിന് നമ്മുടെ ധ്യാനങ്ങൾ സഹായിക്കട്ടെ എന്ന് എളിമയായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.